भारत में पहली बार केरल वन विभाग ने मानव पशु संघर्ष को कम करने के लिए राज्य के आदिवासी समुदायों का स्वदेशी ज्ञान एकत्र करने के लिए एक कार्यक्रम गोत्र बेहरी शुरू किया है। इसके तहत राज्य के 37 आदिवासी समुदाय अपने ज्ञान को साझा करेंगे और राज्य वन विभाग इस मंथन से मजबूत विकल्प तलाशेगा। നേരത്തെ വനാശ്രിത മേഖലയിലും വനാവകാശികളാണ് എന്നും അറിയപ്പെട്ടിരുന്ന ഈ വിഭാഗം മുമ്പൊന്നും ഇങ്ങനെ മരണത്തിന് ഇടയാകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ സവിശേഷ ശ്രദ്ധയും പ്രാധാന്യവും അർഹിക്കുന്ന ഒരു മേഖലയായി ഈ പരമ്പരാഗത മേഖലയെ കാണേണ്ടതുണ്ട് എന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് എന്താണ് കാരണം എന്നന്വേഷിക്കേണ്ടത് എന്ന് വനം വകുപ്പ് ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തു. ഈ ഭീതിപ്പെടുത്തുന്ന കാര്യത്തിന് നമ്മളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അപ്പുറം പരമ്പരാഗത അറിവുകൾ തേടുന്നതായിരിക്കും നന്നാവുക എന്നാണ് ഞങ്ങൾ ആലോചിച്ച് നിഗമനത്തിലെത്തിയത്. Actually, the indigenous knowledge possessed by the tribal communities, they're very deeply rooted in nature, environment, and ecosystem related aspects. So what we are planning is actually to gather this information from the tribes themselves and use it in our day-to-day forest and wildlife management strategies. We've been conducting these programs all over the state, meeting there are 37 tribal ethnicities available in the state. So with all these tribal communities we have been holding very intimate discussions, and they have been coming up with wonderful ideas rooted in their tribal knowledge regarding how to deal with issues like nature conservation, sustainable development, human wildlife conflict mitigation and coexistence. इस कार्यक्रम में आदिवासी समुदायों का प्रतिनिधित्व केरल के एकमात्र मौजूदा आदिवासी राजा रमन राजमन्नन ने किया। उन्होंने कहा कि आदिवासी समुदाय इस पहल का स्वागत करते हैं क्योंकि जंगलों और वन्य जीवों में उनका जुड़ाव समय के साथ कम होता जा रहा था। അല്ല, ഞങ്ങളിതിനെ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഗുണകരമായ ഒരു സ്റ്റെപ്പായിട്ട് ഞങ്ങൾ കാണുന്നത് ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം വനംവകുപ്പിൻ്റെയും. കാരണം ഞങ്ങളുടെ ഒരു കുറേ വർഷത്തെ ആവശ്യമാണ് ഈ ആദിവാസി സമൂഹത്തിൻ്റെയും കൂടെ അല്ലെങ്കിൽ ഞങ്ങളെയും കൂടെ കേൾക്കണം ഈ ഒരു വിഷയത്തിൽ എന്ന ഒരു ആവശ്യവും അഭ്യർത്ഥന ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. കാലകാലങ്ങളിൽ ഞങ്ങളും ചെറിയ തോതിലല്ല, മുൻകാലങ്ങൾ മുതൽ തന്നെ ഞങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാട്ടുപന്നി പോലുള്ള വന്യമൃഗങ്ങളുടെ എല്ലാം ശല്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പരമ്പരാഗതമായ ഒരുപാട് കൃഷി രീതികൾ ഇന്നില്ല, ഒരിടത്തും ഇല്ലാത്തൊരു സാഹചര്യം. മറ്റിതര നാണ്യവിളകൾ പോലുള്ള കൃഷിയിലേക്ക് ഞങ്ങൾ മാറിപ്പോകുന്ന ഒരു അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ പല രീതിയിലും ഞങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. इस साल अब तक जंगली हाथियों के हमलों में मारे गए 19 लोगों में से 13 आदिवासी हैं और ये हमले जंगल के अंदर हुए हैं। इससे गोत्र बेहरी पहल की दरकार और भी बढ़ जाती है।